CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. 46 ജില്ലാ കമ്മിറ്റിയിൽ 10 പേരാണ് പുതുമുഖങ്ങളായിട്ടുള്ളത്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്, തൃശൂരിന് പുതിയ ജില്ലാ സെക്രട്ടറി UP ജോസഫിനും KV അബ്ദുൽ ഖാദറിനുമായിരുന്നു പരിഗണനയുണ്ടായിരുന്നത്. KV അബ്ദുൽ ഖാദർ ഇതാ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് മാറാൻ പോകുന്നു. പുതുമുഖങ്ങൾ ആരൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്? വിവരങ്ങൾ. CPIM തൃശൂർ ജില്ലയിലെ അമരത്തേക്ക് KV അബ്ദുൽ ഖാദർ വരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിനകത്ത് KV അബ്ദുൽ ഖാദർ യുവജന പ്രസ്ഥാനങ്ങളുടെ രംഗത്തെത്തുകയും സജീവമാകുകയും ചെയ്ത 2006 മുതൽ 2021 വരെ ഗുരുവായൂർ MLA ആയിരുന്നു. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തൃശൂർ ജില്ലയിലെ LDFന്റെ കൺവീനറായിരുന്നു. പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് KV അബ്ദുൽ ഖാദർ. 58 വയസ്സാണ് KV അബ്ദുൽ ഖാദറിന്. പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനുമാണ്. 2006 മുതൽ 2021 വരെ ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. ചരിത്രത്തിൽ വലിയ വികസന കുതിപ്പിന് ഗുരുവായൂർ മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിന് കാരണമായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2006 മുതൽ 2021 വരെയുള്ളത്. 1991 മുതൽ CPIMന്റെ ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. 1997 മുതൽ ചാവക്കാട് ഏരിയ സെക്രട്ടറി ആയിരുന്നു. തുടർന്ന് CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. BD വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ പ്രസിഡന്റ് എന്നീ നിലകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 1979 KSYFന്റെ ബ്ലാങ്ങാട് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് പൊതുരംഗത്തേക്ക് സജീവമാകുന്നത്. ദേശാഭിമാനിയുടെ ഗുരുവായൂർ ഏരിയ ലേഖകനായിരുന്നു. 12 വർഷത്തോളം ദേശാഭിമാനിയുടെ ഗുരുവായൂർ ഏരിയ ലേഖകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ, വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് KV അബ്ദുൽ ഖാദർ. 2018 മുതൽ MM വർഗീസ് ആയിരുന്നു CPIMന്റെ ജില്ലാ സെക്രട്ടറി മാറിക്കൊണ്ട് പുതിയ ജില്ലാ സെക്രട്ടറി വന്നിരിക്കുകയാണ്. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പുതുമുഖങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 10 പുതുമുഖങ്ങളിൽ വിവിധ ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറിമാരുണ്ട്. DYFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉണ്ട്. UR പ്രദീപ് MLA ഉണ്ട്. DYFയുടെ ജില്ലാ പ്രസിഡന്റ് ആർ ശ്രീലാലും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവരാണ് പ്രധാനപ്പെട്ട 10 പേരെന്ന് പറയുന്നത്. 10 അംഗങ്ങളിൽ പ്രധാനപ്പെട്ട 3 പേരെന്ന് പറയുന്നത്. UR പ്രദീപിൻ്റെ പേരും ഗ്രീഷ്മ അജയ് ഘോഷിൻ്റെ പേരും RL ശ്രീലാലിൻ്റെ പേരും കൂടി ഈ 10 പേർ ഉൾപ്പെടുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. 46 അംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമ്മേളനം പ്രതിനിധികളെയും സെക്രട്ടറിയെയും ഏകകണ്ഠേനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്ന. ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.